എ.ബി. ശ്രീധരൻ, ഇപ്പോൾ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മറ്റ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുറച്ചുകൂടി ഡീറ്റെയിൽസ് മരണവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകും. അതേസമയം ചുരുളഴിയാത്ത ചില ചോദ്യങ്ങൾ കൂടിയുണ്ടല്ലോ. അത് ഈ IT പരിശോധനയുമായി ബന്ധപ്പെട്ടാണ്. കുടുംബത്തിന്റെ ഈ ആരോപണങ്ങൾ നമുക്ക് മുഖവിലേക്ക് എടുത്തു കഴിഞ്ഞാൽ മറ്റെന്തോ കാര്യങ്ങൾ പുതുതായി ലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ കർണാടക CID ആണല്ലോ ഇപ്പോൾ പരിശോധനയും അന്വേഷണവും കൊണ്ടുപോകുന്നത്. അവർക്ക് എന്തെങ്കിലും കാര്യമായി മരണത്തെക്കുറിച്ച് മറ്റ് വിശദാംശങ്ങൾ സംബന്ധിച്ച് എന്തെങ്കിലും ലീഡ് ലഭ്യമായിട്ടുണ്ടോ? പ്രജിഷ്, പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ബൗറിംഗ് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 11 കൂടി തന്നെ ഇവിടുന്ന് മൃതദേഹം സഹോദരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് നിലവിലെ പ്ലാൻ അനുസരിച്ച് മനസ്സിലാകുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം ആരംഭിച്ചിട്ടുണ്ട്. 10 മണിയോട് കൂടിയാണ് ആരംഭിച്ചത്. ഇൻക്വസ്റ്റ് നടപടികൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നെഞ്ചിൽ നിന്ന് ഒരു വെടിയുണ്ടയാണ് കണ്ടെടുത്തത്. അദ്ദേഹം നെഞ്ചിൽ നിറയൊഴിച്ച് മരിച്ചു എന്നുള്ള, ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരം ഇന്നലെ തന്നെ പുറത്തു വന്നതാണ്. ഏതായാലും കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരികയും ചെയ്യും. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, കേന്ദ്ര അന്വേഷണ ഏജൻസി ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് അവരുടെ കടുത്ത സമ്മർദ്ദം അദ്ദേഹം അനുഭവിച്ചിരുന്നു എന്നാണ് കുടുംബവും അതുപോലെ തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ജീവനക്കാരും എല്ലാം തന്നെ മൊഴി നൽകിയിരിക്കുന്നത്. അവരുടെ ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള TJ ജോസഫ് നൽകിയ പരാതി, 5 പേജുള്ള പരാതിയാണ് പോലീസിൽ നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇവിടെ പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് CJ റോയി വളരെയധികം അദ്ദേഹം സമ്മർദ്ദത്തിലായിരുന്നു. ഇന്നലെ അദ്ദേഹം ഓഫീസിലെത്തി. അതിനുശേഷം സ്വന്തം ക്യാബിനിൽ കയറി അദ്ദേഹം തോക്കെടുത്ത് നിറയൊഴിക്കുകയായിരുന്നു എന്നാണ് പോലീസ് നൽകിയിരിക്കുന്നത്. 3:15 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയത്ത് ആദായനികുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഇവരുടെ ഭാഗത്തു നിന്ന് എന്ത് സമ്മർദ്ദമാണ് ഉണ്ടായത് എന്നാണ് ഇനി അറിയേണ്ടത്. ഇതറിയുന്നതിന് വേണ്ടി ഇന്നലെ മുതൽ തന്നെ ബംഗളൂരു സെൻട്രൽ DCPയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായി ജീവനക്കാരുടെ മൊഴിയെടുത്തിരുന്നു. ഈ സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെയും അവരുടെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആദായനികുതി വകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം എന്തെന്നാൽ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടില്ല. ഇന്നലെ പരിശോധനകൾ അവിടെ ഉണ്ടായിട്ടില്ല. ഒപ്പിടാൻ വേണ്ടി മാത്രം വരാനാണ് അറിയിച്ചിരുന്നത്. ആ നടപടികൾ മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സമീപനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. മറിച്ച് യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായതായിട്ടുള്ള വാർത്തകളെല്ലാം നിഷേധിക്കുകയാണ് ആദായനികുതി വകുപ്പ് ചെയ്യുന്നത്. 5 മിനിറ്റോളം ദാ വരുന്നു എന്ന് പറഞ്ഞ് ക്യാബിനിലേക്ക് പോകുന്ന വ്യക്തി പിന്നീട് തോക്കുപയോഗിച്ച് നിറയൊഴിക്കുന്നതായി കാണുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ നാളുകളായിട്ടുള്ള പരിശോധനകൾ കേന്ദ്ര ഏജൻസിയുടെ റഡാറിലായിരുന്നു റോയി എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ ഈ കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ വിദേശത്തൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് സംരംഭം, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അടുത്തിടെയൊക്കെ തന്നെ പുതിയ സംരംഭങ്ങളിലേക്ക് അടക്കം കടക്കാനുള്ള നീക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പൊരുത്തക്കേടുകൾ, കേന്ദ്ര ഏജൻസിയാകുമ്പോൾ ഒരു രീതിയിലുള്ള അന്വേഷണം മാത്രമായിരിക്കുമല്ലോ, സാമ്പത്തികവുമായി ബന്ധപ്പെട്ടൊക്കെ വിവിധ പരിശോധനകൾ വിവിധ ഘട്ടങ്ങളിലൂടെയൊക്കെ തന്നെ കടന്നു പോയിരിക്കണം. അങ്ങനെയെങ്കിൽ അതിനുശേഷം ഒരു നിമിഷം കൊണ്ട് ഇന്നലത്തെ ദിവസം ആ ഉച്ചയ്ക്ക് ശേഷമുള്ള ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോഴാണ് ഈ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അവിടെ വരുന്നത്. കുടുംബം പറയുന്നത് പോലെ, സുഹൃത്തുക്കൾ പറയുന്നത് പോലെ സംശയിച്ചു കഴിഞ്ഞാൽ തികച്ചും ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. അത് എത്രത്തോളം ഈ അന്വേഷണ ഏജൻസിക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കുക എളുപ്പമാണ്. പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ നിലപാട് പറയാം. അവർക്ക് പരിശോധന സ്വാഭാവികമായും നടത്തുകയും ചെയ്യാം. പക്ഷേ കടുത്ത സമ്മർദ്ദത്തിലേക്ക് ഒരാളെ നിരന്തരം ഒരു പക്ഷേ മുൻവിധിയോടുകൂടി കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതും വ്യക്തമാണ്. ആ നിലയ്ക്ക് എന്തൊക്കെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ, അതിലേക്ക് അറിയാൻ തക്ക രീതിയിലേക്ക് ഈ നടപടികൾ പോകുന്നുണ്ടോ? ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് CJ റോയും കോൺഫിഡൻറ്റ് ഗ്രൂപ്പും കേന്ദ്ര ഏജൻസികളുടെ റഡാറിൽ തന്നെയുണ്ട്. അതായത് ഡിസംബറിൽ കൊച്ചി, ചെന്നൈ, ബംഗളൂരു തുടങ്ങിയ ഓഫീസുകളിലൊക്കെ ആദായനികുതി വകുപ്പ് പരിശോധന നടത്തിയിരുന്നു. അതിന് പുറമെയാണ് കഴിഞ്ഞ ദിവസത്തെ 3 ദിവസം നീണ്ട പരിശോധനകൾ വീണ്ടും നടക്കുന്നത്. ഈ പരിശോധനയിൽ, അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൽ നിന്ന് നിരവധി രേഖകൾ സീൽ ചെയ്ത് വെച്ചിരുന്നു. ഇതെല്ലാം
അവിടെ തന്നെ ഒരു മുറിയിൽ സീൽ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ബൗറിംഗ് ആശുപത്രിയിലേക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഏതായാലും അവരകത്തേക്ക് പോയിട്ടുണ്ട്. ഏതായാലും ഈ സീൽ ചെയ്ത രേഖകൾ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ എത്തിയതെന്നാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്ന വിവരം. ഈ രേഖകൾ എടുത്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിരവധി ഇടപാടുകൾ ഈ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദം അദ്ദേഹം അനുഭവിച്ചിരുന്നു എന്നാണ് കുടുംബവും അതുപോലെ തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പും ഒക്കെ ആരോപിക്കുന്ന ഒരു കാര്യം. ഏതായാലും 10 ഉദ്യോഗസ്ഥരാണ്, ആദായ നികുതി വകുപ്പിൻ്റെ 10 ഉദ്യോഗസ്ഥരാണ് ഇന്നലെ പരിശോധനകൾക്ക് വേണ്ടി ഈ ഓഫീസിലേക്ക്, അതായത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഹൊസൂർ റോഡിലുള്ള ഓഫീസിലേക്ക് എത്തിയത്. ഇവർ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് പോലീസിനോട് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഈ റെയ്ഡ് നടന്ന ദിവസങ്ങളിലെയും ഇന്നലത്തെയും CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ആ ഹാർഡ് ഡിസ്കുകളെല്ലാം പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതോടൊപ്പം CJ റോയിയുടെ മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്, ഡയറി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ ഡയറിയിലൊക്കെ എന്തെങ്കിലും വിശദാംശങ്ങൾ ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് എന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ ഹൽസുരു എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളുടെയും ഒക്കെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അന്വേഷണം സമാന്തരമായി വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായി, അതും വളരെ മികച്ച രീതിയിൽ തൻ്റെ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രത്യേകിച്ച് ബംഗളൂരു പോലുള്ളൊരു നഗരത്തിൽ വെന്നിക്കൊടി പാറിച്ച ഒരു വ്യവസായി, വിദേശത്ത് ഉൾപ്പെടെ വലിയ നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു വ്യവസായി, അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയുണ്ടായ ഒരു സംഭവത്തെ വലിയ ഗൗരവത്തോടു കൂടിയാണ് കർണാടക സർക്കാരും പോലീസും കാണുന്നത്. ഇന്നലെ DK ശിവകുമാർ തന്നെ പറഞ്ഞു, ഞങ്ങൾ ഇക്കാര്യം വളരെ വിശദമായി വളരെ ഗൗരവത്തോടു കൂടി ഞങ്ങൾ അന്വേഷിക്കും. കേന്ദ്രം, പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസിക്കെതിരെയാണ് സംശയത്തിന്റെ മുന നീളുന്നത്. അതുകൊണ്ട് കേന്ദ്രം ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു ആവശ്യം. കേരളത്തിലുള്ള അന്വേഷണ സംഘം അവർ ഇപ്പോഴും അവിടെ ഉണ്ടോ? മടങ്ങിപ്പോയോ? എല്ലാവരും അവരെ കൂടി എന്തായാലും നിരീക്ഷണത്തിലായിരിക്കുമല്ലോ. അവരുടെ നിന്നുള്ള മൊഴികൾ CIDക്ക് തേടേണ്ടി വരും. അങ്ങനെ അന്വേഷണവുമായിട്ടും ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട്, മരണത്തിലെ ചോദ്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ടൊക്കെ സഹകരിക്കാൻ തയ്യാറാണോ ഈ ഉദ്യോഗസ്ഥർ? തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ഇന്നലെ തന്നെ അവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു, പ്രാഥമിക മൊഴി രേഖപ്പെടുത്തിയിരുന്നു. 3:15 ഈ സംഭവം നടക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് 6:30 വരെ ഈ ഉദ്യോഗസ്ഥ സംഘം ആ ഓഫീസിലുണ്ടായിരുന്നു. 6:30 മാധ്യമങ്ങൾക്ക് മുന്നിലൂടെയാണ് വിവിധ രേഖകളും കൊണ്ട് സംഘം അവിടെ നിന്ന് പോകുന്നത്. ഈ സമയത്ത് ഒരു ആരോപണമുള്ളത്, ഈ സമയത്തും, അതായത് അദ്ദേഹത്തിന് വെടിയേറ്റ് കഴിഞ്ഞിട്ടും അവിടെ റെയ്ഡ് തുറന്നു എന്നുള്ളൊരു ആരോപണമുണ്ട്. പക്ഷേ അവരുടെ സ്റ്റേറ്റ്മെൻ്റൊക്കെ പോലീസ് ഇന്നലെ തന്നെ രേഖപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അവരോട് ബംഗളൂരുവിൽ തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ ആ സംഘം, അതായത് കേരളത്തിലുള്ള സംഘമാണ്, ആ സംഘം ഇപ്പോൾ ഇവിടെ തുടരുന്നുണ്ട്. തീർച്ചയായിട്ടും വിശദമായിട്ട് അവരിൽ നിന്നും CID സംഘം മൊഴിയെടുക്കും. ഇക്കാര്യത്തിൽ ആരോപണ മുന എന്ന് പറയുന്നത്, അതായത് കുടുംബം ആരോപിക്കുന്ന ഏറ്റവും പ്രധാനം കൃഷ്ണപ്രസാദ് എന്നുള്ള ഉദ്യോഗസ്ഥന് എതിരെയാണ്. IT-യിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിനെതിരെയാണ് ഏറ്റവും വലിയ ആരോപണം ഉന്നയിക്കുന്നത്. വലിയ സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് CJ റോയ്ക്ക് ഉണ്ടായി എന്നാണ് കുടുംബം പറയുന്ന ഒരു കാര്യം. പക്ഷേ ആദായ നികുതി വകുപ്പ് പറയുന്നത് അത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യം ആദായ നികുതി വകുപ്പ് പറയുന്നു. പക്ഷെ നമ്മളിപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, സ്വാഭാവികമായിട്ടും ഈ ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ സാധാരണയായി പിഴയടച്ച് അതിൽ നിന്ന് ഉരുകിയാണ് സാധാരണ വ്യവസായികളൊക്കെ ചെയ്യാറ്. എന്തുകൊണ്ട് അത്തരത്തിലുള്ളൊരു സമീപനം, അത്തരത്തിലുള്ളൊരു നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല? അതാണ് ഏറ്റവും ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതായത് പിഴയടച്ചൂരാമെന്നുള്ളൊരു കേസിൽ സ്വന്തം